കേരളമല്ലാത്ത ദി കേരള സ്റ്റോറി എന്നൊരു ചിത്രം 2023 ബോളിവുഡിൽ പുറത്തിറങ്ങുന്നു. ശാലിനി ഉണ്ണികൃഷ്ണൻ തിരുവനന്തപുരം ഓർമ്മയില്ലേ? മലയാളം പറയാൻ കഷ്ടപ്പെടുന്ന നായിക. 365 ദിവസവും മുല്ലപ്പൂവും ചൂടി വാഴയിലയിൽ സദ്യയും കഴിച്ചിരിക്കുന്ന മലയാളികളെയാണ് ചിത്രത്തിലൂടെ സംവിധായകൻ പ്രേക്ഷകരെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് കാട്ടിയത്. ഇപ്പോൾ ഇതാ ഈ പ്രൊപ്പഗാണ്ട ചിത്രത്തിന്റെ 2ാം ഭാഗവും എത്തുകയാണ്. വിപുൽ അമൃത്ലാൽ ഷാ നിർമ്മിച്ച് കാമാഖ്യ നാരായൺ സിംഗ് സംവിധാനം ചെയ്യുന്ന 2ാം ഭാഗം ഫെബ്രുവരി 27 തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുകയാണ്. അടുത്ത 25 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഇസ്ലാമിക് സ്റ്റേറ്റ് ആകുമെന്നും ശരീഅത്ത് നിയമം വരുമെന്നുമൊക്കെയാണ് പ്രവചനം. ബിയോണ്ട് ദി കേരള സ്റ്റോറി എന്നാണ് 2ാം ഭാഗത്തിന് പേരിട്ടിരിക്കുന്നത്. ഇതിനോടകം സിനിമയുടെ ട്രെയിലർ ഏറെ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ട്രെയിലറിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയാമോ? ഒരു മലയാളി പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. പിന്നാലെ സോഷ്യൽ മീഡിയയിൽ മലയാളികൾ ട്രോളുകൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. ബീഫ് കഴിപ്പിക്കാൻ ഇനി ആളെ ആവശ്യമുണ്ടെങ്കിൽ പറയണം, നിർബന്ധിക്കാതെ ഞങ്ങൾ തന്നെ സന്തോഷത്തോടെ കഴിച്ചോളാം, ബീഫ് മാത്രം കൊടുത്താൽ എങ്ങനെ കഴിക്കും, 2 നല്ല ചൂടുള്ള പൊറോട്ട കൂടി കൊടുക്കൂ, ചാപ്സിന്റെ ഗ്രേവി കൂടി ഉണ്ടെങ്കിൽ ഉഷാർ, ഒരു പൊറോട്ടയെങ്കിലും കൊടുക്കായിരുന്നു എന്നിങ്ങനെ കമന്റുകൾ ഏറെയാണ്. കേരള സ്റ്റോറി ആദ്യ ചിത്രം സുദീപ്തോ സെൻ ആയിരുന്നു സംവിധാനം ചെയ്തത്. ഇത്തവണ കേരളത്തിന് പുറമെ രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ പെൺകുട്ടികളുടെ കഥയും ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട്. സുദീപ്തോ സെൻ രചനയും സംവിധാനം നിർവഹിച്ച കേരള സ്റ്റോറി 2023 മെയ് 5-നാണ് ആദ്യം തിയേറ്ററുകളിലെത്തിയത്. കേരളത്തിൽ നിന്നും കാണാതായ 32,000 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ ചുറ്റിപ്പറ്റിയാണ് സിനിമയെന്നായിരുന്നു അണിയറ പ്രവർത്തകരുടെ വാദം. വിവാദങ്ങൾക്ക് പിന്നാലെ യൂട്യൂബ് വിവരണത്തിൽ മാറ്റം വരുത്തി 3 പെൺകുട്ടികളുടെ കഥ എന്നാക്കി മാറ്റിയിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും ചിത്രത്തിനെതിരെ കനത്ത പ്രതിഷേധമാണ് അന്ന് ഉയർന്നത്. പോലീസ് സംരക്ഷണത്തിലാണ് പലയിടങ്ങളിലും ചിത്രം കണ്ടത്. പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും ചിത്രം ആദ്യം നിരോധിച്ചെങ്കിലും പിന്നീട് പ്രദർശിപ്പിച്ചിരുന്നു. എന്നാൽ ചിത്രത്തിന് 2 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ ലഭിച്ചതും വലിയ വിവാദങ്ങൾ ഇടവരുത്തി. വിവാദങ്ങൾ കെട്ടടങ്ങും മുൻപെയാണ് ഇപ്പോൾ 2ാം ഭാഗവും അണിയറ പ്രവർത്തകർ എത്തിക്കുന്നത്. എന്തായാലും കേരളത്തെയും ഇവിടുത്തെ ജനങ്ങളെയും തങ്ങളുടെ വിദ്വേഷ അജണ്ടകൾ കൊണ്ട് വിഭജിക്കാമെന്നും അതുവഴി നുഴഞ്ഞു കയറാമെന്നുമാണ് BJP അടക്കമുള്ളവരുടെ ധാരണ. കേരളത്തെക്കുറിച്ച് തെറ്റായ പൊതുബോധം സൃഷ്ടിച്ചെടുക്കുകയാണ് ഇത്തരം സിനിമകളിലൂടെ ലക്ഷ്യവും. രാജ്യത്ത് വികസന സൂചികയിലും വിദ്യാഭ്യാസത്തിലും ജീവിത നിലവാരത്തിലും മതേതരത്വത്തിലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് എന്നും കേരളം. ഇത്തരം പ്രൊപ്പഗാണ്ട സിനിമകൾക്ക് കേരളത്തിന്റെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തെയും മനുഷ്യാവകാശ ബോധങ്ങളെയും തകർക്കാനാകില്ലെന്ന് ഇവർ ഓർക്കണം. ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ ഇതിനോടകം തന്നെ ഹർജിയും എത്തിയിട്ടുണ്ട്.